ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ വരുന്നത് ഇതെന്താ സംഭവം? ഇവിടെ കുറച്ച് കുട്ടി കച്ചവടക്കാർ തുടങ്ങിയിരിക്കണം. അവർ നമ്മളെ ഫ്രിഡ്ജിലത്തെ ഫുൾ വെള്ളം കൊണ്ടുപോയി. നമ്മളെ വീട്ടിലെ കച്ചവടം ഇവിടെയാണ്. നമുക്ക് ഫ്രീ. എങ്ങനെയാണ് ഒരു ക്ലാസ്സിന് എത്ര? 10 റുപ്യ. 5 റുപ്യ കൊടുത്താ പോരെ? പൈസ കിട്ടൂല. ഈ ക്ലാസ്സിന് എല്ലാത്തിനും 10 റുപ്യ. ഇവർക്ക് മുട്ടായി കൊടുത്തോ? ഇന്നലെ നമ്മൾ അനലാട്ടം കൊണ്ടുവന്ന മുട്ടായി ഇവരെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാ ആദ്യം കൊച്ചച്ഛനെ അന്നാണ്ട് ഉദ്ഘാടനം ചെയ്തോളി. ഉദ്ഘാടനത്തിന് മുട്ടായിയോ? ഉദ്ഘാടനത്തിന് മുട്ടായിയോ? 10 റുപ്യക്ക് മതി. മതി 10 റുപ്യക്ക്. സംഗതി ഇതൊക്കെ എന്താ കളർ ഇട്ടിക്കണ നിങ്ങള്? പ്രശ്നിട്ടിക്കണല്ലേ? സംഗതി രസം കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഇത് ഫുള്ള് കൊണ്ടുപോകണ്ട. ഇതെവിടേക്ക് കൊണ്ടുപോകണം നിങ്ങള്? അങ്ങോട്ടോ കുറച്ചൊരു പാത്രത്തിലാക്കിയാണ്ട് ഇവിടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചോളി. അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പ് ഫുള്ള് പോവും. മനസ്സിലായോ? കുറച്ച് പിന്നെ നിങ്ങളൊരു കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. ഇങ്ങനെ കൊടുക്കുക തന്നെ ആക്കണ്ടേ. ഓക്കെ. സൂര്യൊക്കെ കച്ചവടക്കാര്. ഓളെ പേരെന്താ? അനുമോളോ? വിനീതിന്റെ അനുമോള്. അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ ആര്യ പോപ്കോണൊക്കെ ചിന്തിയിട്ട് ഇതെന്താ പരിപാടി? ആര്യ അത് മതി. നേരത്തെ നിന്നാണോ വായിരിക്കുന്നത്? അപ്പോൾ ഞാൻ രാവിലെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എഡിറ്റിങ്ങൊക്കെ കഴിച്ചു. ഇനി പുട്ടുണ്ട്, അതിലേക്ക് പഴമുണ്ട്. അപ്പോൾ പുട്ടും പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. അവർക്ക് പോകുമ്പോൾ ഒരു 10 റുപ്യ വരെ കയ്യിൽ കൊടുക്കുകയും വേണം. ഞാനൊരു 2 മുറുക്ക് കുടിച്ചാലേ ടേസ്റ്റ് ആയിട്ടോ പഞ്ചസാരകളോ അത്രേ ഉള്ളൂ. ഒരു രസമുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഒരു എന്താ പറയുക. ഞാൻ ചെയ്തിരുന്നു കുറേ മുമ്പ് സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത്. ആകെ രസം. എടേ മോരും വെള്ളോ? ഇതിനൊക്കെ കൊടുന്ന പൈസ എടാ ഇവിടെ വന്നാ നിങ്ങളെല്ലാരും പത്തിച്ചെടുത്തോ? എന്നിട്ട് അതൊക്കെ നിങ്ങൾ തന്നെ കുടിച്ച് തീർക്കോ? അപ്പൊ മുളകൊക്കെ വേണ്ടേ? ഒരു ഭയങ്കര സംഭവം. ശരി, മുളകൊക്കെ വേണ്ടേ? ഒരു വെള്ളം ഉണ്ടാക്കണമെങ്കിൽ വേണ്ടേ? ഗോപു കുട്ടിക്കച്ചവടം. ഞാനങ്ങൾക്ക് മുരുമുളക് ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കൂല, ഞാൻ പോവാണ്. എനിക്കറിയില്ല മുരുമുളക് ഉണ്ടാക്കാനൊന്നും. ഇതിനെത്ര ഈ കുപ്പിക്ക്? 7 റുപ്യ. ഞങ്ങൾക്ക് വല്ല പ്രാന്തുണ്ട്. ഇത് ഫുള്ളൊന്നും കലക്കണ്ട കേട്ടോ. കുറച്ച് കലക്കിയിട്ട് ഇവിടെ വെച്ചോ. എന്നിട്ട് പിന്നെ കൊച്ചക്ക് ഇടക്കിടക്കെടുത്ത് കലക്കാലോ. എവിടോ അമ്മമാരോട് കളിച്ചു തരാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് ആർക്കും വെക്കൂല. നിങ്ങളെ ഗോപുവിന്റെ അച്ഛനുണ്ടെങ്കിൽ ഓരോ കൊണ്ടൊക്കെ കറക്കിച്ചാല്. പണിക്കോയോ? അന്റെ അച്ഛൻ്റെ അവിടെ? അന്റെ അച്ഛന് പണിക്കോയില്ലേ? എങ്ങനെയൊക്കെ ഉണ്ടായിക്കളേ. നമ്മനോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞേ. ഉണ്ടാക്കി തരാൻ പറഞ്ഞോളൂ. വെറുതെ ഉണ്ടാക്കിയാണ്ട് കോളാക്കാൻ വീഡിയോ കച്ചവടത്തിന്റെ ഉദ്ഘാടനത്തിന് മുട്ടായി ഉണ്ട് കേട്ടോ. ചിട്ടി ഈ അഞ്ഞുണ്ടോ? എല്ലാം ഭാവിയില് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാവട്ടോ. നിങ്ങൾ രക്ഷപ്പെടൂടാ. സ്കൂളിൽ പഠിച്ചാലേ അപ്പോ വരിട്ട്.
എന്താ പീഡിയ കച്ചവടക്കാരൻ ഒരു എന്താ പറയാ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിലോട് പാസ് ചെയ്ത പോലത്തെ അമ്മമാരൊക്കെ പേടൊക്കെ ചായ എടുക്കുക പുട്ടുണ്ട് പുട്ടും ചായ കൂട്ടി കഴിക്കട്ടെ. എന്നിട്ട് ഇറങ്ങാൻ സമയം 8:30. ഇന്ന് കാക്കില്ലാത്തത് വേറെ ഒന്നല്ല, ഇന്ന് നമ്മൾക്ക് ഒരു കല്യാണം ഉണ്ട്. നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡിലെ നമ്മളുടെ ഒരു ഓട്ടോ ഡ്രൈവറുടെ മകളുടെ കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് പോയിട്ട് അതുകൊണ്ടാണ് കാക്കിടാത്തത്. ആര്യണ്ടൊപ്പം കേറി വെക്ക്. മഞ്ഞമ്മ തന്നെ നെങ്ങൂല എനിക്ക് എന്റെ വിരലോണ്ടൊന്നും അടിപൊളി കച്ചവടക്കാരുണ്ടവിടെ. കച്ചവടക്കാരാണ് മുന്നില്. ഈ രാവിലെ തന്നെ പച്ച തണുത്ത വെള്ളം കുടിച്ച് ശരിക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ ശരിക്ക്. ഇയാളെ പൊട്ടന്മാരെ രാവിലെ തന്നെ തണുത്ത വെള്ളം കുടിച്ച മോരും വെള്ളമൊക്കെ എന്നാ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓരോരുന്ന വെള്ളം വാങ്ങി കുടിച്ചാൽ. എനിക്കിപ്പോ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ആര്യമുക്ക് പൈസ കൊടുത്തിക്കണ വാങ്ങാന്. ഇപ്പൊ വേണ്ട, ഇപ്പൊ തണുത്ത വെള്ളപ്പ ഒരാള് പറയങ്ങളേ ഞാൻ കണ്ടു വെള്ളോ എന്ത് വെള്ളം ഉണ്ടെങ്കിലും അവിടെ വെക്ക്. അവിടെ ഇങ്ങോട്ടെ സാറാവും പരിപാടി. ചെല്ലി പോട്ടെ, ആര്യം പോട്ടെ. ഞാൻ ആക്കണ ആര്യം വാങ്ങും. വല്ലാത്തൊരു കഷ്ട ഒക്കെപ്പാട്. ഇതൊക്കെ എന്റെ വില്ലേജിലെ ഞങ്ങളുടെ മക്കളാണ് കേട്ടോ. അത് ഓരെന്നെ സൈസ് ആക്കോ ടാറ്റാ. അത് കൊറേ കഴിയുമ്പോളേ ഓലെന്നെ ഇങ്ങനെ കുടിച്ച് അതിന് കച്ചവടം ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ അടുത്ത് ആരാ മേടിക്ക? കുട്ടികളോടൊരു ഓമനത്തുള്ള ആളുകളാണല്ലോ ഈ കുട്ടി കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാത്തവരൊക്കെ അത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോകും. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഏതൊരു നാട്ടിൽ കൂടെ പോയാലും കുട്ടി കച്ചവടങ്ങളാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9 മണി കറക്റ്റ് ആവണുള്ളൂ. ഈ ഒരു നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾക്ക് കുറച്ച് നേരം ഓടണം. അതായത് ഒരു 11 മണി റേഞ്ചൊക്കെ ആവുമ്പോഴാവുക കല്യാണത്തിന് പോകണേ. അങ്ങനെ അറിയില്ല, എന്റെ കൂടെ ആരൊക്കെ പോരുന്ന അറിയില്ല, ഞാൻ ആരുടെ കൂടെ പോവാന്ന് അറിയില്ല. ഇതൊക്കെ മീൻ കച്ചവടം. രാവിലെ നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു വാങ്ങിയിട്ടുണ്ടാവും, പൈസ എടുത്താണ്ട്. അപ്പൊ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ രാവിലെ കുട്ടികൾക്കൊരു പാട്ട്, എന്റെ തൊള്ളയിൽ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ വരാം. വിയപ്പന്റെ പൊന്നും കെട്ടേ എന്നോടൊന്ന് വന്നടുക്ക്. ആ പാട്ട് കേട്ടിട്ടുണ്ട് നിങ്ങള്? കേൾക്കാത്തവരാണെങ്കിൽ പൊന്നും കെട്ടെന്നൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി. ഒരു ചെക്കൻ സൂയിസൈഡ് ചെയ്തിട്ട് അതാണ് ആ പാട്ട്. എന്തായാലും ആ പാട്ട് നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒരാളെ അത്തരത്തില് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നല്ലോണം കെയർ ആ പാട്ട്. ഞാൻ ഇപ്പൊ ഈ സ്റ്റാൻഡിക്ക് വന്നപ്പോ പോലെ ആ പാട്ട് കേട്ടിട്ടാ വന്നത്. ചങ്ങന്മാരെ കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. കൈനീട്ടം 30 രൂപ നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. നിംസ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്നും പോരുമ്പോഴേക്ക് 1 കിലോമീറ്റർ കറക്റ്റാണ്. 1 കിലോമീറ്റർ കറക്റ്റാണ്. നമുക്ക് ഇത്തരം ലോക്കലുകളാണ് നമുക്ക് ഗുണം ചെയ്യുക. അല്ലാതെ 1.5 കിലോമീറ്റർ മുട്ടുന്ന ഒരു ട്രിപ്പല്ല നമുക്ക്. ഒരു ലോക്കൽ നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്യില്ല. അതതിന്റെ എൻഡ് പോയിന്റ് എത്തിയില്ലേ, മൊത്തം അപ്പ് ആൻഡ് ഡൗൺ 3 കിലോമീറ്റർ ആയി. ടാങ്കർ മാറിയിരിക്കണമെങ്കിൽ പറന്ന് അപ്പന്റെ ചിറക് മകന്ന് പറന്നടോ. കാലം വരെ മുക്കണ്ണൻ അറിയണ്ട്. മുക്കണ്ണ നമ്മളെ വണ്ടിയാണ്. യാ ബോലോ, എന്താ പ്രശ്നം? പച്ചക്കറിക്കാരനോ? ഒരു 250. ഇല്ല, കിട്ടാൻ നോക്കാം നമുക്ക്. ഞാൻ കിട്ടിയിട്ട് തന്നാ പോരെ. ഓട്ടർഷ ചെറിയ വണ്ടി. ഓ ഐ ഡോൺ നാസറോ യാസർ
യാസറാണെങ്കിലും എനിക്കറിയില്ല. ആളെ നമ്മളെ സ്റ്റാൻഡിൽ ഓടണല്ല. ഇല്ല, പരിചയമില്ല. വലിയ വണ്ടിയല്ലേ. ആണെങ്കിൽ ഒരു 250 രൂപന്റെ എണ്ണ അടിച്ചിട്ടുണ്ട്. ഒരു 1000 രൂപ GP വാങ്ങിയിട്ട് ബാക്കി പൈസ മേടിച്ചിട്ടുണ്ട്. നമുക്ക് കല്യാണത്തിന് പൈസ കൊടുക്കണം. പൈസ കൂടുന്ന കല്യാണമാണ്. പെൺകുട്ടിനെ കെട്ടിക്കുന്ന കല്യാണമാണ്. പെൺകുട്ടിനെ കെട്ടിക്കുക പറഞ്ഞാല് ഇവിടെ മുസ്ലിംസിലൊക്കെ ആൺകുട്ടികളുടെ കല്യാണത്തിന് അവർ പൈസ മേടിക്കില്ല. ഞങ്ങളുടെയൊക്കെ കല്യാണത്തില് ആൺകുട്ടികളുടെ കല്യാണം ആയാലും പെൺകുട്ടികളുടെ കല്യാണം ആയാലും പൈസ ഉണ്ടാവും. പൈസ നമ്മൾ കൊടുക്കും. പക്ഷെ മുസ്ലിംസിന്റെ ആൺകുട്ടികളുടെ കല്യാണത്തിന് പൈസ മേടിക്കില്ല. ചെറിയ പരിപാടി ആയിരിക്കും ചെയ്യും. പെൺകുട്ടികളുടെ കല്യാണം ഗ്രാൻഡായിട്ട് വലിയവരായിട്ട് നടത്തും. അതിന് പൈസ ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ പരിപാടി നമുക്ക് സെറ്റപ്പ് ആക്കണം. നൈസായിട്ട് അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തന്നെ ഉള്ളൂ. വല്ലാതൊന്നും കാണിക്കില്ല, നടക്കൂല, കല്യാണമല്ലേ. ചെങ്ങന്മാരെ 10:30 ശനിയാഴ്ച, പഴയ ശനിയാഴ്ചന്റെ ദമ്മിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ശനിയാഴ്ചകൾക്കില്ല. ഞാൻ ശ്രദ്ധിക്കേണ്ടത് 10:30 നമ്മളാകെ കൂടിയുള്ള 30 രൂപയ്ക്കാണ്. 10:30 കല്യാണത്തിന് പോകണ്ടേ? ഓ മൈ ഗോഡ്. ഈ ലോക്കല് കഴിഞ്ഞാൽ കല്യാണത്തിന് പോകാനുള്ള പരിപാടി നോക്കട്ടെ. ഫസ്റ്റ് ഹാപ്പിൽ ഇരുന്നപ്പോ നമുക്കൊരു ലോക്കല് കിട്ടി. കണ്ണാശുപത്രിക്കായിരുന്നു. ഇവിടെ അടുത്തേക്ക് തന്നെ എന്ന് പറയുമ്പോ എന്താ പറയാ, വലിയ ദൂരമൊന്നുമില്ല. ആകെ ഒരു 200 മീറ്ററേ പോകുന്നിട്ടുള്ളൂ. 200 മീറ്റർ ദൂരത്തേക്ക്. അപ്പൊ ഇത്തരം ലോക്കലുകളൊക്കെ നമുക്ക് വളരെ ലാഭം നൽകുന്ന ലോക്കലുകളാണ്. പക്ഷെ ഇങ്ങനത്തെ ലോക്കൽ പോരുമ്പോഴേക്ക് നമുക്ക് ഇടങ്ങേറാണ്. ഞാനൊക്കെ യാത്രക്കാരോട് പറയും, ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ എന്ന് പറയും. നമ്മൾ കൊണ്ടുവരുന്നത് ചിലപ്പോ ഒന്ന് ബാക്ക് കിട്ടാൻ മതിയായിരിക്കാം. നമുക്ക് ഇങ്ങനെ വാങ്ങുമ്പോഴേക്കിടാം. ഇപ്പൊ എത്തല്ലടാ, ഞങ്ങളറിയാം, അറിഞ്ഞോണ്ട് ചോദിച്ചാ. പിന്നെന്താ, 200 മീറ്ററിന് അവർക്ക് 300 തരുന്നതിന് പ്രശ്നം. അല്ലെങ്കിൽ ഇവിടെ 1.5 കിലോമീറ്ററിന് 30 രൂപ തരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ നാടാണ്. അവിടെയാണ് പ്രശ്നം. ചങ്ങന്മാരെ വീണ്ടും കിട്ടിയത് നിംസിലേക്ക് തന്നെ. സമയം ഇപ്പോൾ 11:05 ആയിട്ടുണ്ട്. 3 ലോക്കലാണ്. 9 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾക്ക് ആകെ കിട്ടിയത് സമയം 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി കല്യാണത്തിന് പോകുക എന്നുള്ളതാണ്. കല്യാണത്തിന് പോകാൻ എൻ്റെ കൂടെ 1-2 പേര് വരുന്നുണ്ട്. മണിയേട്ടനും ബാലേട്ടനും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മണിയേട്ടനെയും ബാലേട്ടനെ നമ്മൾ പിക്ക് ചെയ്യണം. അപ്പോൾ അവർ സ്റ്റാൻഡിലുണ്ടാവും. നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകട്ടാ. കല്യാണത്തിന് പോകണം നോക്കിയിട്ട് കാര്യമില്ല. പോരുന്നോലൊക്കെ പോരിട്ടാ. കേറണോല് കയറി. എടാ ബാലേട്ടനെവിടെ? ഇയാളെന്താണിക്ക അവിടെ ബാക്കിൽ കയറിക്കൂടെ, മുന്നിൽ അപ്പൊ ഈ സ്റ്റാൻഡിൽ നിന്ന് ഫസ്റ്റ് പോകുന്ന ആളുകളായിരിക്കും ഞങ്ങൾട്ടാ. ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ വന്നോളൂ. നമ്മൾ തന്നെ അവിടെ എത്തുമ്പോഴേക്ക് ഒലപ്പാവും ചെയ്യും. നമ്മള് കല്യാണത്തിന് വന്നാണ്. നോക്കട്ടെ, കഴിക്കട്ടെ. പോവാ. ഓക്കെ, റിട്ടേൺ മൈൻഡ്. ഷേക്കിന്റെ കൊടുത്ത് പിരിയാണ്. അയ്യോ, അപ്പൊ ഞങ്ങളുടെ കല്യാണ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിൽ ഫുൾ ആൾക്കാരാ. ഞങ്ങൾ പോട്ടെ. അയ്യോ, ക്യാമറ കണ്ടു ഒരു പേടിച്ചു പോയി. പുഴുപുലികൾ, പക്ഷിപ്പരുന്തുകൾ, കടലാനകൾ, കാട്ടർവങ്ങൾ. കല്യാണം കഴിഞ്ഞു. കല്യാണം നമ്മള് കഴിഞ്ഞു. കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ സ്റ്റാൻഡിലേക്ക് എത്തി. അവിടുന്ന് പോന്നിട്ട് ഒരു ലോക്കൽ എടുത്തു. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 2:10. പിന്നെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് ഭക്ഷണം കഴിച്ചതല്ലേ, കല്യാണത്തിന് പോയതല്ലേ. അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്ക് പോയില്ല. പാട്രൈറ്റിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 5:20-നാണ്. 5:20 നമുക്ക് പാട്രൈറ്റിന് പോവും വേണം. അവിടെ ഒരു ട്രിപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആ ഫ്രൂട്ട്സും കടയിൽ നിന്നാണ്. കിട്ടിയാൽ കൊണ്ടുപോവാം, കിട്ടി കൊണ്ടുപോവാം. മുന്നിലിരുന്നപ്പോൾ നമ്മൾക്ക് കിട്ടിയത്
ഒരു 30 രൂപയുടെ ട്രിപ്പ്. ഒരു ട്രിപ്പ് ഇപ്പടെ ഇറക്കിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ റിട്ടേൺ അങ്ങാടിയിലേക്ക് പോകുകയാണ്. ഒരു മൂടിക്കെട്ടൽ കാലാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആരും നിർത്താൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുറെ നേരമായി. പക്ഷേങ്കിൽ ഇപ്പൊ വണ്ടിനകത്തേക്ക് കയറുന്ന കാറ്റ് കാര്യങ്ങളൊക്കെ നല്ല തണുത്ത കൂളിങ്ങോട് കൂടിയുള്ള ഒരു പ്രവണതയാണുള്ളത്. നല്ല സുഖമാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനും സഞ്ചരിക്കാനൊക്കെ സുഖമാണ്. അതുപോലെ തന്നെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 4:50 ആയിട്ടുണ്ട്. 4:50 ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ലൈനിൽ പോയി വണ്ടി തള്ളി ഒരു ട്രിപ്പ് എടുത്ത് അപ്പോഴേക്കൊക്കെ ഒരുപാട് നേരം വഴുകും. അപ്പോഴേക്ക് നേരം വഴുകി കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് കൃത്യമായിട്ട് കയറാൻ വേണ്ടി പറ്റില്ല. എൻ്റെ കയറാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോളേ ഞാൻ തിയേറ്ററിലാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് 5:15 ഞാൻ 5 മണിക്കൂടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 5 മണിക്ക് എത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ സിനിമയ്ക്ക് പോവാ. മഴ ഇവിടെ പെയ്തില്ല. തണുത്ത കാറ്റ്. അതിനുള്ളിൽ പോലെ തണുത്തിരിക്കണം. എന്റെ സീറ്റ് അടങ്ങി എസിന്റെ നേരെ ചോട്ടില്ല പുള്ളിക്കാവും. ചെങ്ങന്മാരങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങി ഇപ്പടെ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 8:25 27 അതായത് എന്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ, പടം പോരാ ഉള്ള പറയാലോ. ഇപ്പൊ അതില് മമ്മൂട്ടി ഉണ്ട്, മോഹൻലാലുണ്ട്, ഫാദുണ്ട്, കുഞ്ചാക്കോ ഉണ്ടാറുണ്ട്. കാര്യല്ല, ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് വേണ്ടേ. ഒന്നുമില്ലടാ. ഒരു എന്താ പറയാ, അങ്ങനെ കണ്ടിരിക്കാൻ പറ്റി വെച്ചാ ഒരു വട്ടത്തിനുള്ളതും കൂടി ഇല്ല. പടം സ്റ്റാഫന്നെ എനിക്ക് ചടച്ച് വന്നതാ. കാര്യമായ രീതിയിലൊന്നും ഇല്ലേനും. ഓനോന്റെ ഞാൻ പറയില്ല, പറഞ്ഞ ഞാൻ ഇന്നെ തന്നെ പറയണ മാതിരിയാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി. ഏതായാലും കുഴപ്പമില്ല, കാണുന്നവര് കണ്ടു കേട്ടോ. ഇത് എന്റെ അഭിപ്രായമാണ്, എന്റെ ഇഷ്ടാവില്ല നിങ്ങളത്. ഞാൻ പലവട്ടം പറയലുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്കും അതേപോലത്തെ സംഭവങ്ങളുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടു നോക്കാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. 9:40 വീട്ടിലെത്തിയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് ഓടി വെച്ചാൽ എനിക്ക് തന്നെ കറക്റ്റ് ഐഡിയ ഇല്ല. കാരണം ഉച്ച വരെ 3-4 ലോക്കൽ ഒരു 350 രൂപയ്ക്ക് ഓടി വെക്കും. അതിൻ്റെ അപ്പുറത്തൊന്നും ഓടിയിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ ഈ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ വേണ്ടി വരാം.